18.206 ഇൻറ്റു 18.206 ഇൻറ്റു 7.140 7.140. അപ്പോൾ 18.206 ഇൻറ്റു 7.140. ദശാംശം ഉണ്ടോയെന്ന് നമ്മൾ പരിഗണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദശാംശത്തിന് ശേഷം ഇതിലും 3 സംഖ്യയാണ്, ഇതിലും 3 അക്കങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദശാംശം ചോട തന്നെ വന്നത്. അല്ലാതെ കൂട്ടുക കുറയ്ക്കുക ചെയ്യുമ്പോൾ ഇത് ചോട വരണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. ദശാംശം ഇതിൽ ഇടണം എന്നുള്ള നിർബന്ധം ഇല്ല. ആൻസർ കിട്ടിയതിന് ശേഷമാണ് എത്ര സ്ഥാനം ദശാംശം ഇടണ്ടെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ആദ്യം 0 കൊണ്ടാണ് നമ്മൾ എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 0 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും ആ സംഖ്യ തന്നെയാണ് ആൻസർ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 0 കൊണ്ട് ഗുണിക്കേണ്ട എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് ആണ് 0. നമ്മൾ എഴുതുമ്പോൾ ഈ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടാണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കങ്ങൾ കൊണ്ട് ഗുണിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു സംഖ്യ മാത്രം ഗുണിക്കാം. 0 ഗുണിക്കണം 6, 6 0 0. ഇനി 0 കൊണ്ട് ഒന്നിനെയും ഗുണിക്കേണ്ട, കാരണം എല്ലാം 0 തന്നെയാണ് കിട്ടുക. പക്ഷേ ഇനി 10ൻ്റെ സ്ഥാനത്താണ് ഈ 4 ഉള്ളത്. ഈ 4 കൊണ്ട് ഇതിനൊക്കെ ഗുണിക്കുമ്പോൾ 10ൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് എഴുതേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് ഈ 0 ഇട്ട് വെച്ചത്. 4 6 24 4, ബാലൻസ് 2. 4 0 0 കൂട്ടണം 2 2, 4 2 8, 4 8 32-ന് 2, ബാലൻസ് 3. 4 1 4 3 7. ഇനി 1 കൊണ്ടാണ്. 1 കൊണ്ട് 6-ന് 1 6 6. അപ്പോൾ അതായത് സ്ഥാനത്ത് നിന്ന് എഴുതണ്ടേ, അത് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഈ 1 100ൻ്റെ സ്ഥാനത്താണ്. ഇവിടെ 4 10ൻ്റെ സ്ഥാനത്താണ്. 0 ആണ് ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് നിന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 1 6 6 എവിടുന്ന് എഴുതണം? ഇവിടുന്നാണ് എഴുതേണ്ടത്. കാരണം ഒറ്റ 10 100 100ാം സ്ഥാനത്താണ് ഈ 1 എന്നുള്ളത് കൊണ്ട് 100ൻ്റെ സ്ഥാനത്ത് നിന്നാണ് എഴുതേണ്ടത്. 1 6 6, 1 0 0, 1 2 2, 1 8 8, 1 1 1. ഇനി 1 കൊണ്ട് കഴിഞ്ഞു. ഇനി ഏതുകൊണ്ടാ? ഇനി 7 കൊണ്ടാണ്. 7 ഏതിൻ്റെ സ്ഥാനത്താ? 1000ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ട് ഒറ്റ 10 100 1000. അതായത് 8ൻ്റെ ചുവടെന്ന് ഇടത്തോട്ട്. 7 6 42-ന് 2 എവിടുന്ന് എഴുതണം? ഒറ്റ 10 100 1000 ഇവിടുന്ന്. 42-ന് 2, ബാലൻസ് 4. 7 0 0. അപ്പോൾ ഈ 4 കൂട്ടുമ്പോൾ 0 4 4 അതവിടെ എഴുതി. 7 2 14-ന് 4, ബാലൻസ് 1. 7 8 56 1, 57-ന് 7, ബാക്കി 5. 7 1 7 5 12. ഇപ്പം ഇത്രയും നേരം നമ്മൾ ഗുണിച്ചതിലൊക്കെ എത്ര സംഖ്യ ചോട്ടിലുണ്ടോ, എത്ര അക്കങ്ങളുണ്ടോ ചോട്ടിലത്തെ സംഖ്യയിൽ അത്രയും വരികൾ ഇവിടെ വന്നിരുന്നു. എന്നാൽ ഇവിടെ 4 അക്കങ്ങൾ ഉണ്ടായിട്ട് 3 വരികളെ വന്നിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെയുള്ള ഈ 0 കൊണ്ട് നമ്മൾ ഒരു അക്കത്തെ മാത്രമേ ഗുണിച്ചുള്ളൂ, കാരണം ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ 10ൻ്റെ സ്ഥാനത്ത് നിന്ന് ഗുണിച്ച അക്കങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ 10ാം സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ട് ചേർത്ത് എഴുതുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈന് കുറഞ്ഞു പോയത്. ഇനി കൂട്ടുക. 0 4 2 6 8, 8 2 10-ന് 0, ബാലൻസ് 1. 1 2 3 2 5 4 9. 7 8 15 4 19-ന് 9, ബാലൻസ് 1. 1 1 2 7 9 2 1. ഇങ്ങനെയാണ് ആൻസർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ദശാംശം എത്ര സ്ഥാനം നീക്കിയിടണം നോക്കാം. 1 2 3 4 5 6 സ്ഥാനം ദശാംശം നീക്കിയിടണം ഇടത്തുനിന്ന് ഇങ്ങോട്ട്. 1 2 3 4 5 6 സ്ഥാനം നീക്കി ഇവിടെയാണ് ഇടേണ്ടത്. അപ്പോൾ എത്ര നമ്മുടെ ആൻസർ വരും?
121.99084 എന്നാണ്. അതിൽ നമ്മൾ 2ഓ 3ഓ സ്ഥാനത്തിന് ശരിയാക്കി എഴുതുകയാണെങ്കിൽ, 2 സ്ഥാനത്തിന് ശരിയാക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 129.9